ചായ ഉണ്ടാക്കുമ്പോൾ ഇനി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. 3 കപ്പ് ചായയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഈ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തേക്ക് നമ്മൾ ഇടുന്നത് 2 ഗ്രാമ്പൂ, 2 ഏലക്കായ. ഏലക്കായ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ തൊലി ഒന്ന് പൊളിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ, ചതയ്ക്കൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് ഇടുന്നത് ഒരു 3-4 ഇല പുതിന ഇലയാണ് ഇടുന്നത്, കഴുകിയിട്ട് ഇട്ടോളൂ. അതിനുശേഷം നമ്മൾ ഇടുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതാണ്. പുതിന നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതിയിട്ട്. ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് നേരം ഇത് തിളപ്പിക്കണം. അതിനുശേഷം നമ്മൾക്ക് നമ്മുടെ കടുപ്പത്തിന് ആവശ്യമായിട്ടുള്ള തേയില ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 3 ഗ്ലാസ്സിന് 3 സ്പൂൺ തേയില ഇടാറുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നല്ലോണം നല്ല പാകത്തിന് കടുപ്പായിട്ട് വരുമ്പോൾ ആവശ്യമുള്ള പഞ്ചസാര ഇടാം. ഞാനിവിടെ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്, ബാക്കി ഞാൻ ഗ്ലാസ്സിൽ ഇടുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 1.5 കപ്പ് പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കാൻ പോണത്. അതായത് 3 ഗ്ലാസ്സിന് 1.5 കപ്പ് വെള്ളം, 1.5 കപ്പ് പാല്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. അതായത് ഇത് തിളച്ച് പൊന്തി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് തിളപ്പിക്കണം. അങ്ങനെ കുറച്ച് സമയം ഇതേപോലെ തിളപ്പിച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കടുപ്പുണ്ടാവും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതേപോലെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കടുപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ചിലർക്ക് ലൈറ്റ് ചായയായിട്ട് കുടിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല കടുപ്പത്തെ കുടിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തിളപ്പിക്കുന്നത് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സാധാരണ പോലെ ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് നല്ല സന്തോഷമായിരിക്കും. പിന്നെ ഈ പുതിനയില ഓപ്ഷണലാട്ടോ, നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിലും മതി. ഞാനിവിടെ വളർത്തുന്നതുകൊണ്ടാണ് അതിട്ട് കൊടുത്തത്. പുതിനയില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത് പ്രത്യേകം പറയണം. അത് നമ്മൾ ആവശ്യത്തിന് കടുപ്പായിട്ടുണ്ട്. അത് നമ്മൾ അരിപ്പയിൽ അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, ഒരിക്കലും നമ്മൾ ഇഞ്ചി ഇടുമ്പോൾ ചതച്ചിട്ട് തന്നെ ഇടണം. അതിൻ്റെ നീരോ അല്ലെങ്കിൽ അത് ജ്യൂസ് ആക്കിയിട്ടൊന്നും ചായയിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അത് പ്രത്യേക കുത്ത് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ കല്ലിൽ വെച്ച് ചതച്ചിട്ടിടുന്നതാണ് ഏറ്റവും ബെസ്റ്റായിരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.